ദൈവത്തിന് ഈ കുഞ്ഞുങ്ങളെ കുറിച്ച് ഞാൻ വിശ്വസിക്കുന്നത് പ്രത്യേകമായ ചില പ്ലാനുകളുണ്ട്. ഇവരെ കർത്താവ് ശക്തമായിട്ട് ദൈവം ഉപയോഗിക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ വിശ്വസിക്കുകയും കർത്താവ്. Praise the Lord. Praise the Lord. Amen. Amen. അതിന് ശുശ്രൂഷയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർപ്പിക്കട്ടെ. നമ്മുടെ ചർച്ചിന്റെ സൂം ഓൺ ആണ്. ആർക്കെങ്കിലും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ലിങ്ക് അയച്ചു കൊടുക്കണമെന്ന് വരികൾ നിങ്ങൾക്ക് അത് അയച്ചു കൊടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. റെക്കോർഡിങ് നടന്നുകൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ ശ്രേഷ്ഠദാസന്മാർ നമ്മുടെ മധ്യത്തിലുണ്ട്. അവരെ ഓർത്ത് ദൈവത്തിന് മഹത്വം കരയറ്റുകയാണ്. പാസ്റ്റർ സതീഷ് ബാലകൃഷ്ണൻ, അതുപോലെ പാസ്റ്റർ ഷിബു ജോസഫ്, നമ്മുടെ ഡേവിഡ് പാസ്റ്റർ, നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഡേവിഡ് പാസ്റ്റർ, അതുപോലെ നമ്മുടെ ബിനു പാസ്റ്റർ. മറ്റാരെങ്കിലും ദൈവദാസന്മാർ വന്നിട്ടുണ്ടെങ്കിൽ അവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പഴയ ചില മുഖങ്ങളെ ഓർത്ത് ദൈവത്തിന് മഹത്വം. പ്രിയ ഡാർലി സിസ്റ്ററെ ഓർത്ത് ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. പാസ്റ്റർ വന്നിട്ടുണ്ട്? ഇല്ല. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അതുപോലെ സ്ഥാനപ്പെടുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. അവരുടെ മാതാപിതാക്കൾ, അവരുടെ ഫ്രണ്ട്സ്, എല്ലാവർക്കും വാം വെൽക്കം ഞാൻ സമർപ്പിക്കുകയാണ്. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഫെമി സിസ്റ്റർ മുമ്പോട്ട് കടന്നു വരുമല്ലോ. കർത്താവിന്റെ ശ്രേഷ്ഠദാസന്മാർ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നല്ലേ. ഞാൻ ഭജന ശുശ്രൂഷിക്കുന്ന സമയം എടുക്കത്തില്ലായിരുന്നു. സ്തോത്രം. പാസ്റ്റർ സതീഷ് പാസ്റ്റർ പ്രാർത്ഥിച്ചപ്പോൾ ഓർപ്പിച്ചതുപോലെ സ്വർഗം സന്തോഷിക്കുന്ന ഒരു പകലാണ്. ആമേൻ. Just like Pastor Satish was reminding us, today is a day of rejoicing in heavens. ദൂതന്മാർ കുനിഞ്ഞു നോക്കുന്ന ഒരു പകൽക്കാലം. Angels are bowing down and looking at us today. ആമേൻ. നമ്മുടെ സഭയിലും ഞാനിങ്ങനെ വന്ന് പകൽ ഓർക്കുകയായിരുന്നു. ഒരു പക്ഷെ ഇന്ന് ഈ പകൽക്കാലം ലോകത്തിന്റെ എവിടെല്ലാം ഭാഗങ്ങളിൽ ഇപ്പോൾ സ്നാനം നടക്കുന്നുണ്ടായിരുന്നു. We know that it may be that the different places in this world are having baptism at the same time. നമ്മൾ അറിയുന്നത് ഇപ്പൊ ഇവിടെ മാത്രമേ ഉള്ളൂ. We only know that there is baptism now. എന്നാൽ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ രാജ്യങ്ങളിലും ഇന്ന് സ്നാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. But we know that in different places and the different world there are baptisms happening at the same time. ഓരോ ദിവസവും അനേകായിരങ്ങൾ കർത്താവിനെ സാക്ഷിച്ച് ദൈവഭാഗത്തേക്ക് ക്രിസ്തുവിന്റെ ആമേൻ ഭാഗമായി ദൈവസഭയുടെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. Many are witnessing Jesus Christ and coming to the church of God. ആമേൻ. അതിനുവേണ്ടിയാണ് നാം ഓടുകയും അധ്വാനിക്കുകയും ചിലവിടുകയും ചെയ്യുന്നത്. All this is for this we are doing and we are running for this. ലോകത്തിലുള്ള എല്ലാവരെയും കഴിഞ്ഞ ദിവസം ഞാൻ ചില കണക്ക് എന്റെ പുസ്തകത്തിൽ ഞാൻ അതൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആമേൻ. ഈ ലോകത്തിലുള്ള എല്ലാവരും ആദാം മുതലുള്ളവരെല്ലാവരും രക്ഷിക്കപ്പെട്ടാലും സ്വർഗത്തിലെ മരുഭൂമി പോലെ സ്ഥലം ബാക്കി കിടക്കുകയാണ്. Even if people right from the Adam has been getting saved, and there are still places in heaven. ആദാം മുതൽ ഇതുവരെയുമുള്ള എല്ലാ തലമുറകളും രക്ഷിക്കപ്പെട്ട് ദൈവ സ്വർഗത്തിൽ എത്തിയാലും സ്വർഗത്തിൽ ധാരാളം സ്ഥലം, ഏക്കർ കണക്കിന്, ആയിരക്കണക്കിന് ഏക്കർ കണക്കിന് സ്ഥലം മരുഭൂമിയായി കിടക്കുന്ന ഒരു അവസ്ഥയാണ് എന്റെ കണക്കിൽ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്. So there is still acres of places in heaven if there are all people from Adam get saved. നിങ്ങൾ എല്ലാവരും രക്ഷിക്കപ്പെടാത്തവരെല്ലാവരും രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെടാത്തവരെല്ലാവരും കർത്താവിനെ സാക്ഷീകരിച്ച് ദൈവഭാഗത്തേക്ക് കടന്നു വരണം എന്നുള്ളതാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. The Lord is asking us to get baptized and to witness Jesus Christ and baptizing in his name. പ്രവാചകൻ കൂടെ ചോദിക്കുന്നത് ഒരു ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് അല്പമെങ്കിലും സന്തോഷമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. So Lord is asking, do I really be happy when the wicked is getting perished? ദുഷ്ടൻ പോലും മാനസാന്തരപ്പെട്ട് മടങ്ങി വരണമെന്നല്ലയോ എന്റെ ആഗ്രഹം എന്നാണ് പ്രവാചകൻ എസെക്കിയേൽ കൂടെ ചോദിക്കുന്നത്. So through the prophet Ezekiel he says that I want the wicked to get repented as well. എല്ലാവരും രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് ദൈവഭാഗത്തേക്ക് മടങ്ങി വരണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. So God wanted everyone to repent and confess and come to the part of Jesus Christ. അതിന്റെ ആഴത്തിലേക്ക് അല്പം കൂടെ കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. I wanted to go a bit deep into this today. കുറിവാക്യമായി നമ്മൾക്ക് ഒരു വേദഭാഗം വായിക്കാം. എബ്രായ ലേഖനം 5-ാം അധ്യായം അതിന്റെ 8-9 വചനങ്ങൾ. So Hebrew chapter 5 verse number 8 and 9. And once made perfect, became before
മലയാളത്തിലും കൂടെ വായിച്ചു. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. ആമേൻ. ഈ POC ബൈബിളിൽ ഞാൻ ആ വചനം എടുത്ത് ഒന്ന് ധ്യാനിക്കുകയുണ്ടായി. So I did meditate these verses in POC Bible. പലപ്പോഴും ഞാൻ POC ബൈബിള്, കത്തോലിക്കരുടെ POC ബൈബിൾ ഞാൻ റെഫർ ചെയ്യാറുണ്ട്. നമ്മുടെ ബൈബിൾ സൊസൈറ്റിയുടെ ബൈബിളിനേക്കാളും കുറച്ചുകൂടെ ലളിതമാണ് ബൈബിൾ എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് പലപ്പോഴും റെഫർ ചെയ്യാറുണ്ട്. So I used to refer POC Bible to know because the language is simple in it. അതിൽ ഇപ്രകാരമാണ് നമ്മൾ വായിക്കുന്നത്. So you can see that in there. പുത്രനായിരുന്നിട്ടും തന്റെ സഹനത്തിലൂടെ അവൻ അനുസരണം പഠിച്ചു പരിപൂർണനാക്കപ്പെട്ടത് വഴി അവൻ തന്നെ അനുസരിക്കുന്നവർക്കെല്ലാം നിത്യരക്ഷയുടെ ഉറവിടമായി എന്നാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. So though he was a son, he learned obedience by the things which he suffered and be made perfect. ഒരു നമ്മുടെ ബൈബിളിൽ ഇന്റർപ്രിട്ടേഷൻ വേണം. We need interpretation for our Bible. എന്നാൽ ഇപ്പൊ വായിച്ച വചനം വായിക്കുമ്പോൾ ഒരു ഇന്റർപ്രിട്ടേഷനും ഇല്ലാതെ ഏത് മലയാളിക്കും വ്യക്തമായി മനസ്സിലാകുന്ന ഭാഷയിലാണ് അത് എഴുതിയിരിക്കുന്നത്. But this has been made so simple that we don't need interpretation for this verse. അവൻ പുത്രനായിരുന്നിട്ടും തന്റെ സഹനത്തിലൂടെ അനുസരണം പഠിച്ച് പരിപൂർണനാക്കപ്പെട്ടത് വഴി അവൻ തന്നെ അനുസരിക്കുന്നവർക്കെല്ലാം നിത്യരക്ഷയുടെ ഉറവിടമായി. So he became the author of eternal salvation by being made perfect through his suffering and because he obeyed. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അനുസരണമാണ്. So God is asking us to obey. നമ്മളിൽ നിന്ന് മനുഷ്യനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ദൈവത്തെ, തന്റെ സൃഷ്ടിതാവായ ദൈവത്തെ അനുസരിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. So God is asking us to obey and that he is expecting that from us. ദൈവം ആദാമിനെയും ഹവ്വായെയും സൃഷ്ടിച്ച് അവർക്ക് നൽകിയതായ കൽപ്പനയുടെ ലംഘനമാണ് ഇന്ന് മനുഷ്യൻ പാപികളായി മാറ്റപ്പെട്ടതിന്റെ അടിസ്ഥാന കാരണം. So the sin came into mankind because of the disobedience of Adam and Eve. മനുഷ്യനോട് തിന്നരുത് എന്ന് കൽപ്പിച്ചതായ ഫലം പറിച്ച് അനുസരണക്കേട് കാണിച്ചത് കൊണ്ടാണ് ഇന്ന് പാപം മനുഷ്യനിലേക്ക് പകർന്നിരിക്കുന്നത്. Sin came into mankind just because they disobeyed and ate the fruits which they were not should be eating. അതുകൊണ്ട് തന്നെ ജനിച്ചു വീഴുന്ന എല്ലാ കുഞ്ഞുങ്ങളിലും ഈ പാപ സ്വഭാവം നമ്മൾക്ക് കാണുവാൻ കഴിയും, അനുസരണക്കേടിന്റെ സ്വഭാവം. So all children who are born in flesh has a sin in them. നാം ശ്രദ്ധിച്ച കൽപ്പന ലംഘനം, അനുസരണക്കേട് മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുകയുണ്ടായി. So the disobedience have made man away from God. മനുഷ്യൻ ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കുന്നതാണ് നമ്മൾ ഉൽപ്പത്തിയിൽ കാണുന്നത്. So we know that man was just hiding from God because of his disobedience. സൃഷ്ടിയിൽ അവൻ ഉണ്ടായിരുന്നതായ തേജസ് അവൻ നഷ്ടപ്പെട്ടവൻ നഗ്നനെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിൽ നിന്ന് അവൻ ഓടി ഒളിക്കുകയാണ്. So they were hiding from the disobedience and they were going away from the glory of God. ഇന്നും മനുഷ്യനിൽ കാണുന്ന പ്രവണത ഇത് തന്നെയാണ്. Even now we see that the same character in the man. സൃഷ്ടിതാവായ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ അവൻ എപ്പോഴും മടി കാണിക്കുകയാണ്. ദൈവത്തെങ്കിലേക്ക് വരുവാൻ അവന്റെ മനസ്സ് അവനെ അനുവദിക്കുന്നില്ല, കാരണം അവൻ പാപിയായതുകൊണ്ട്. Just because he became sinful from the time of Adam, man is still behaving the way same, that he's not worshipping God. എന്നാൽ സൃഷ്ടിതാവായ ദൈവത്തോടുള്ള ഭയം അവനെ ഭരിക്കുന്നുമുണ്ട്, കാരണം അവൻ സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തിന്റെ ആത്മാവിനാണ്. Because even then he is also afraid of the Creator because he's been made by the Spirit. അതുകൊണ്ട് തന്നെ മനുഷ്യൻ കർമാചാരങ്ങളിൽ കൂടെ, ബാഹ്യമായ ആചാരങ്ങളിൽ കൂടെ ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുവാൻ അവൻ എപ്പോഴും താല്പര്യപ്പെടുകയാണ്. So the man wanted to be away from the God and try and do rituals to please him. അവന്റെ റൈറ്റ്സ് അല്ലെങ്കിൽ കർമാചാരങ്ങളിൽ കൂടെ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്നുള്ള തൃപ്തിയിൽ ദൈവത്തിൽ നിന്ന് അവൻ എപ്പോഴും അകന്നു നിൽക്കുവാൻ താല്പര്യപ്പെടുകയാണ്. So he wanted to be away from God and do some karma marga and then be away from him. വാസ്തവമായി ദൈവത്തിലേക്ക് കടന്നു വരുവാൻ അവൻ എപ്പോഴും മടിക്കുകയാണ്. And he always be reluctant to come to God. എവിടെയാണോ മനുഷ്യന് തെറ്റിപ്പോയത് അതേ ഭാഗത്തേക്ക് മനുഷ്യനെ മടക്കി വരുത്തുക, അനുസരണത്തിലേക്ക് മടക്കി വരുത്തുക എന്നുള്ളതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. So God wanted to correct him and bring him back into the obedience. ദൈവം നൽകിയതായ 10 കൽപ്പനകൾ നാം പഠിച്ചാൽ ആദ്യത്തെ 4 കൽപ്പനകൾ ദൈവത്തോടുള്ള ബന്ധത്തിലും അടുത്ത 6 കൽപ്പനകൾ സഹജീവികളായ മനുഷ്യരോടുമുള്ള ബന്ധത്തിലാണ്. The 10 commandments that God gave to Moses is the first 4 is belonging towards the God and the 6 is towards the fellows. മനുഷ്യരോടുള്ള ബന്ധത്തിലെ ആദ്യത്തെ കൽപ്പന നാം ശ്രദ്ധിച്ചാൽ നമ്മൾക്ക് മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്നുള്ളതാണ് ആ കൽപ്പന. So the first 4 among them, one says that you need to honor your father and mother. കാരണം മനുഷ്യനെ എവിടെയാണ് അനുസരണത്തിൽ തെറ്റിപ്പോയത്
അതിലേക്ക് മനുഷ്യനെ മടക്കി വരുത്തുവാനുള്ള ആദ്യ പടി എന്നത് മാതാപിതാക്കളെ അനുസരിച്ച് അവൻ അനുസരണത്തിൽ വളരുക എന്നുള്ളതാണ് ദൈവം മനുഷ്യനെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. This commandment is given because God wanted to bring him back from where he got wrong. എഫെസ്യ ലേഖനം 6:2-3 പൗലോസ് നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. വായിച്ചാട്ടെ. Ephesians chapter 6 verse number 3. നീ ഭൂമിയിൽ നിനക്ക് നന്മയുണ്ടാകുവാനും വളരെ പ്രധാനമാണതെല്ലാം. ജീവിതത്തിൽ അനുഗ്രഹം വേണമോ, അനുസരണത്തിലേക്ക് കടന്നു വരണം. That it may be well with you and you may live long on the earth. So that നിനക്ക് ഭൂമിയിൽ ദീർഘായുസ്സ് വേണമോ, നിനക്ക് അനുസരണത്തിലേക്ക് നീ മടങ്ങി വരണം. for your long life you need to be in obedience to God, Father. വായിച്ചാട്ടെ. അതിനായി നീ ചെയ്യേണ്ടത് ആദ്യത്തെ പടി എന്നത് നിന്റെ മാതാപിതാക്കളെ നീ അനുസരിക്കുക എന്നുള്ളതാണ്. That you should be obeying your father and mother first. പ്രിയ ദൈവമക്കളെ, മാതാപിതാക്കളെ അനുസരിക്കാത്ത, എനിക്ക് എന്താ ഹിന്ദുക്കളുടെ ഇടയിൽ ഒരു ഉണ്ട്. അവര് മാതാപിതാക്കളെ കാണപ്പെടുന്ന ദൈവമായിട്ടാണ് അവർ കരുതുന്നത്, അല്ലെ? അങ്ങനെയാണ് അവരുടെ സങ്കല്പം. കാണപ്പെടുന്ന ദൈവമാണ് മാതാപിതാക്കൾ. So in the Hindu religion they regard dad and mom as their father, the God. കുഞ്ഞുങ്ങളാണ്, വലിയവരാണെങ്കിൽ പോലും, പ്രായമായവരാണെങ്കിൽ പോലും അവരുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നെന്ന് വരികിൽ ആ മാതാപിതാക്കളുടെ കാലിൽ വീണ് അനുഗ്രഹം മേടിക്കുവാൻ അവർ ഒരിക്കലും മടിക്കാറില്ല. So they never hesitate to go down and bow at their father and mother because നല്ലൊരു സംസ്കാരമാണത്. It's a very good culture. കാരണം കാണപ്പെടുന്ന ദൈവങ്ങളാണ് മാതാപിതാക്കൾ എന്നുള്ള സങ്കല്പം വളരെ നല്ലതാണ്. Because the culture says that whatever you see, your dad and mom may be seen and they എന്നാൽ രക്ഷിക്കപ്പെട്ട പെന്തക്കോസ്തുകാരുടെ മക്കളാണെങ്കിൽ സോറി പറയണമെന്ന് പറഞ്ഞു അവൻ ബലം പിടിക്കും, മസിന് പിടിക്കും, ഞാൻ സോറി പറയണോ? അതാണ് പെന്തക്കോസ്തുകാരുടെ ഇടയിൽ പോലുമുള്ള കുഞ്ഞുങ്ങളുടെ സ്വഭാവം. But we made that even in Pentecostal belief, we see that the children are very hesitant to say sorry to their parents. കാണപ്പെടുന്ന മാതാപിതാക്കളെ അനുസരിക്കുവാൻ, ദൈവങ്ങളെ അനുസരിക്കുവാൻ, അല്ലെങ്കിൽ മാതാപിതാക്കളെ അനുസരിക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ ബാല്യം മുതൽ പഠിപ്പിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. We should be able to teach our children that they should be seeing the seen parents should be honored. മാതാപിതാക്കളെ അനുസരിക്കാത്ത വളരുന്ന കുഞ്ഞുങ്ങൾ സ്കൂളിൽ അധ്യാപകന്മാരെ അനുസരിക്കുകയില്ല. Those who are not obeying their parents, they won't obey their teachers too. മാതാപിതാക്കളെയോ വചനം വിദ്യാഭ്യാസം നൽകുന്നതായ ടീച്ചേഴ്സിനെയോ അനുസരിക്കാത്തവർ പിന്നെ കാണാത്ത ദൈവത്തെ എങ്ങനെ അനുസരിക്കും? So how come that the children who doesn't even obey their teachers can obey their God? പ്രിയ ദൈവമക്കളെ, അനുസരണത്തിലേക്ക് മടങ്ങി വരിക എന്നുള്ളത് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ആദ്യത്തെ പടിയാണ്. The first stage which is God is asking us is to come back to the obedience. അബ്രഹാമിന്റെ ചരിത്രം നാം പഠിച്ചാൽ അബ്രഹാമിൽ കൂടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടത് അബ്രഹാമിന്റെ അനുസരണത്തിൽ കൂടിയാണ്. Can see that the Abraham's descendants were blessed because of his obedience to God. അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തങ്ങളെ നൽകിയെന്ന് വരികിലും ആ ജാതികളുടെ അനുഗ്രഹം അബ്രഹാമിന് നൽകിയെന്ന് വരികിലും ആ അനുഗ്രഹം വിശ്വസിക്കുവാൻ അബ്രഹാമിന് മടിയായിരുന്നു. Even though the blessings of Gentiles were given to Abraham, he was still not able to believe it. തന്റെ അവിശ്വാസം ആ ദൈവത്തിന്റെ കാരണം താൻ ഓൾറെഡി 75 വയസ്സായിരിക്കുന്ന തനിക്കിനി മക്കളുണ്ടാവും എന്നൊക്കെയുള്ളതായ തലമുറകൾ എന്നിൽ കൂടെ അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളതായ വാഗ്ദത്തങ്ങളൊന്നും വിശ്വസിക്കുവാൻ തനിക്ക് കഴിഞ്ഞില്ല. So Abraham was not able to believe his promises in his life. തന്റെ അവിശ്വാസം താൻ വെട്ടിത്തുറന്ന് പറയുവാനും താൻ മടിച്ചില്ല എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും. But he was not hesitant to say that to God that I don't believe it. ദമസ്കേക്കുകാരനായ എലിയാസർ അല്ലയോ എന്റെ അടുത്ത എന്റെ ഈ സ്വത്തിനെല്ലാം അവകാശി എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. So he's saying that his servant Damascus from Damascus. അതിന് ദൈവം പറഞ്ഞു, അല്ല, നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെയായിരിക്കുന്നു എന്ന് നിന്റെ അടുത്ത അവകാശി എന്ന് ദൈവം അരുളി ചെയ്തു. But when he doubted, God did say that no, it is from you that your descendants are going to come. ആ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ താൻ നീണ്ട 25 വർഷങ്ങൾ താൻ കാത്തിരുന്നു. For his promises to be fulfilled, he had to wait for 25 years, long years. 25 വർഷങ്ങൾക്ക് ശേഷം 100ാമത്തെ വയസ്സിൽ തനിക്ക് ജനിച്ചതായ പൈതലിനോടുള്ള ബന്ധത്തിൽ ദൈവം തന്റെ പരീക്ഷ നടത്തുകയാണ്. And he knew that his son was born at 100 years and he was having a test out of it. നിന്റെ ഏകജാതനായ മകനെ യാക്കോബിനെ തന്നെ തെറ്റിക്കരുത്, ഇസ്മായിലിനെ പിടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ് വ്യക്തമായി പറഞ്ഞു. ആമേൻ. നീ ഏറ്റവും സ്നേഹിക്കുന്ന യാക്കോബ് ഇസഹാക്കിനെ തന്നെ ആമേൻ മോറിയ മലയിൽ നീ യാഗമർപ്പിക്കണം. ഞാൻ കാണിക്കുവാനിരിക്കുന്ന സ്ഥലത്ത് നീ യാഗമർപ്പിക്കണം. God specifies that is your only son Isaac should be sacrificed on the Mount Horeb. ഞാൻ ഇന്ന് രാവിലെ
ഇസഹാക്കിന്റെ പ്രായം ഒന്ന് അന്വേഷിച്ചു. കാരണം വേദപുസ്തകത്തിൽ കാണുന്നില്ല പ്രായം. I was just thinking about the age of Abraham. വേദ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഏറ്റവും കുറഞ്ഞത് 18 വയസ്സിനും 33 വയസ്സും ഇടയ്ക്ക് പ്രായമുണ്ട് എന്നാണ് പല ദൈവദാസന്മാരുടെയും അഭിപ്രായം. So the historian says that the age of Isaac may be between 18 and 30. കാരണം ഒരു ആട്ടിൻകുട്ടിയെ യാഗമർപ്പിക്കുവാൻ യാഗപീഠത്തിൽ വെച്ചാൽ അത് എരിഞ്ഞടങ്ങുവാൻ തക്കവണ്ണം ആവശ്യമുള്ള യാഗമൃഗം എരിഞ്ഞടങ്ങുവാൻ ആവശ്യമായ വിറക് ചുമക്കുവാൻ അവൻ ആരോഗ്യമുണ്ടായിരുന്നു. So Isaac was asked to carry the woods to burn the sacrifice. So he must be that age. ആ പ്രായത്തിലും ഏറ്റവും കുറഞ്ഞ 18 കൂട്ടിക 33 വരെ കണക്കാക്കുന്നുണ്ട്. കാരണം കർത്താവായ യേശുക്രിസ്തുവിന്റെ നിഴലായി നിൽക്കുന്നത് കൊണ്ട് 33 വയസ്സ് എന്നുള്ളത് നമ്മൾക്ക് തള്ളിക്കളയുവാൻ കഴിയുന്ന ഒന്നല്ല. എന്നാൽ കൃത്യമായി നമ്മൾക്ക് അത് അറിഞ്ഞുകൂടാ. So it may be that between 18 and 33 and he might be able to carry those words. ഇവിടെ നമ്മൾ കാണുന്നത് നിന്റെ ഏകജാതനെ നീ യാഗം അർപ്പിക്കുവാൻ കൽപ്പിച്ചപ്പോൾ താൻ അത് അനുസരിക്കുവാൻ തയ്യാറായി എന്നുള്ള മർമ്മം നാം മറന്നു പോകരുത്. So when Abraham decided to give sacrifice Isaac as a sacrifice, he did obey his father. സൃഷ്ടിതാവായ ദൈവത്തെ അബ്രഹാം അനുസരിച്ചതുപോലെ തന്റെ പിതാവിനെ അനുസരിക്കുന്ന ഒരു മകനെയുമാണ് നമ്മൾ അവിടെ കാണുന്നത്. You can see that Abraham has been obeying the Godfather, same as Isaac has been obeying his father. പ്രിയ ദൈവമക്കളെ, കാൽവറി ക്രൂശിൽ നമ്മൾക്ക് വേണ്ടി യാഗമായി തീർന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നിഴലാണ് അവിടെ നമ്മൾ കാണുന്നത്. Isaac is a shadow of Jesus Christ who is getting sacrificed in the Calvary. അവനിൽ കൂടിയാണ് അനുഗ്രഹങ്ങൾ ദൈവജനത്തിന് ലഭ്യമാകുന്നത് എന്ന് ഗലാത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു. So in Galatians we read that through him the blessings were given to the Gentiles. 3:16 നമ്മൾക്ക് അത് കാണാൻ വായിച്ചാട്ടെ. Galatians chapter 3 verse number 16. അബ്രഹാമിനും അവന്റെ സന്തതിക്കും എന്ന വാഗ്ദത്തങ്ങൾ ലഭിച്ചു. സന്തതികൾക്കും എന്ന് അനേകരെ കുറിച്ചല്ല, നിന്റെ സന്തതിക്കും എന്ന് ഏകനെ കുറിച്ചത്തെ പറയുന്നത്. അത് ക്രിസ്തു തന്നെ എന്ന് പൗലോസ് വളരെ വ്യക്തമായി പുതിയ നിയമത്തിൽ അത് നമ്മളെ പഠിപ്പിക്കുന്നു. Paul says clearly that now to Abraham and his seed were the promises made. He said not and to seeds and as of many but as of one. അതേ കർത്താവായ യേശുക്രിസ്തുവിന്റെ അനുസരണത്തിൽ കൂടിയാണ് ദൈവമക്കളായ നമ്മൾക്കും അനുഗ്രഹം ലഭിക്കുന്നത്. It is through the Christ's obedience that we got the blessings. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത ഈ താഴ്ന്ന ഭൂമിയിലേക്ക് ഇറങ്ങി വന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു He humbled himself and came down from heaven to the earth to sacrifice for us. സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് ഈ താഴ്ന്ന ഭൂമിയിലേക്ക് ഇറങ്ങി വന്നവനായ ക്രിസ്തു. He left all the riches and glory of the heaven and came down to the earth. ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മൾക്കത് വായിക്കുവാൻ കഴിയും. 2:6 വായിച്ചാട്ടെ. You can see that in Philippians chapter 2 verse number 5. അവൻ ദൈവരൂപത്തിലിരിക്കെ എന്നാണ് മലയാളത്തിൽ കാണുന്നത്. നമ്മളത് ആഴത്തിൽ പഠിച്ചാൽ അവൻ ദൈവമായിരിക്കെ എന്നാണ് അതിന്റെ ശരിയായ അർത്ഥം. അതായത് പുത്രൻ എങ്കിലും എന്ന് പറയുമ്പോൾ പുത്രൻ എങ്കിലും എന്ന് പറയുന്നത് ആരാ? എങ്കിലും എന്ന പദപ്രയോഗം ഒക്കെ എടുത്ത് പഠിക്കേണ്ടതാണ്. നമ്മൾക്ക് അവിടേക്ക് പോകുവാൻ സമയമില്ല. കാരണം അവൻ ദൈവമായിരിക്കെ പുത്രൻ ദൈവമാണ്. So it says that who being in the form of God thought it was not able to be equal with God. പുത്രനെങ്കിലും അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു. തന്നെത്താൻ ഒഴിച്ച മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അവിടെയും നമ്മൾ കാണുകയാണ് അവൻ അനുസരണമുള്ളവനായി. So we can see that he's also obedient unto death, even the death of the cross. പിതാവായ ദൈവത്തിന്റെ സ്വർഗത്തിൽ കേട്ട ശബ്ദത്തിന്റെ മുമ്പിൽ യെശയ്യാവിൽ നമ്മൾ വായിക്കുന്നു, ഞാൻ ആരെ അയക്കേണ്ടു, ആർ എനിക്ക് വേണ്ടി പോകുമെന്ന ശബ്ദത്തിന്റെ മുമ്പിൽ അടിയനെ അയക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ സ്വയം ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത മനുഷ്യകുലത്തെ രക്ഷിക്കുവാൻ ഇറങ്ങി വന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. Just as in book of Isaiah says that God was asking for whom shall I send, and Jesus Christ himself willingly came down to earth to save us. ആ കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞത്, ഞാൻ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത് എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാനാണ്. He says that he came down to see to do യോഹന്നാൻ 6:38 വായിച്ചാട്ടെ. John chapter 6 verse number 38. ഞാൻ എന്റെ ഇഷ്ടമല്ല, വായിച്ചാട്ടെ.
മതി മതി. പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ അത്രേ ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. നമുക്ക് അവിടെയൊക്കെ നമ്മൾ ധ്യാനിക്കേണ്ട വിഷയങ്ങൾ. സ്വർഗത്തിൽ നിന്നാണ് ഞാൻ വന്നത്. സ്വർഗം എന്നുള്ള ഒരു വാസ്തവമാണ്, ഒരു റിയാലിറ്റിയാണ്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട സത്യങ്ങളാണ് ആ വചനത്തിൽ തന്നെ. It says, therefore I came down from heaven not to do mine own will but the will of him that sent me. ആ സ്വർഗത്തിന്റെ മഹിമകളെ വെടിഞ്ഞ് ഞാൻ ഇവിടെ ഭൂമിയിലേക്ക് വന്നത് എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാനാണ്. So I left the glory and riches of the heaven and came down to do my എന്താണ് will. പിതാവിന്റെ ഇഷ്ടം? നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നും അകന്നു പോയതായ മനുഷ്യനെ മടക്കി പിതാവായ ദൈവത്തിങ്കിലേക്ക് മടക്കി വരുത്തുക എന്നുള്ള വലിയ ഉത്തരവാദിത്വമാണ് പുത്രന് നൽകപ്പെട്ടിരിക്കുന്നത്. So what is Father's will? It is to redeem the mankind from the sin and disobedience. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, കാൽവറി ക്രൂശിൽ നാം കാണുന്നത് അത് തന്നെയാണ്. This is exactly what we can see in the Calvary cross. അതാണ് നമ്മൾ കുറിവചനത്തിൽ നമ്മൾ വായിച്ചത്. ആ കുറിവചനം ഒരിക്കൽ കൂടെ വായിച്ചാട്ടെ. Let's come back to the key verse. അവൻ പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവരായി തന്നെ താൻ പിതാവായ ദൈവത്തെ അനുസരിച്ചു. കഷ്ടതയിൽ കൂടെ അവൻ വളരെ വേദനയിൽ കൂടെ താൻ കടന്നുപോയി. എന്തിനു വേണ്ടിയാണ് കടന്നുപോയത്? തന്നെ അനുസരിക്കുന്നവർക്ക് നിത്യരക്ഷയുടെ കാരണഭൂതനാകേണ്ടതിന്. So Jesus Christ suffered for us so that he become a perfect and an author of eternal salvation to all of them. പ്രിയ ദൈവമക്കളെ, ഈ ഓർഡർ ആദ്യം മുതൽ നമുക്ക് കാണാം. We can see this order right from the beginning of the സൃഷ്ടാവായ ദൈവത്തെ അനുസരിക്കാതെ ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ മാതാപിതാക്കളിൽ കൂടെ അനുസരണം പഠിപ്പിച്ച് തന്റെ ഏകജാതനായ പുത്രനിൽ കൂടെ അനുസരണത്തിലേക്ക് കടത്തിവിട്ട് ആ പുത്രനെ അനുസരിക്കുന്നവർക്ക് നിത്യരക്ഷയുടെ കാരണമാക്കി ദൈവം തീർത്തിരിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ. Father God has shown that his own son obeyed him, and through him everybody who obeys in him will be saved. ആമേൻ. പ്രിയ ദൈവമക്കളെ, യോർദാൻ നദിക്കരയിൽ യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴ് സ്നാനമേൽക്കുവാൻ കടന്നു വരുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ നമ്മൾക്ക് കാണാം. You can see Jesus Christ coming in obedience for the baptism under John the Baptist. ആമേൻ. യോഹന്നാൻ പറഞ്ഞ, ഞാൻ നിന്റെ കൈകളാൽ സ്നാനപ്പെടുവാൻ ആവശ്യം, നീ പിന്നെ എന്റെ അടുക്കൽ വരുന്നുവോ എന്ന് ചോദിച്ചതിന് ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കപ്പെടട്ടെ എന്നാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. He's getting baptized with John the Baptist. 3:14 കാണാം. He said, let all the righteousness be fulfilled through this. എന്താണ് ഈ നീതി? 2 കൊരിന്ത്യർ 5:21 വായിച്ചാട്ടെ. What is his righteousness? പാപമറിയാത്തവനെ ദൈവമായിരിക്കുന്ന നമ്മുടെ കർത്താവ് 33.5 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചിട്ടും പാപമറിയാതെ അവൻ ജീവിച്ചു. We know that Jesus Christ lived in this world without knowing sin. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതി ആകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കുകയാണ്. ആ ദൈവിക നീതിയെ കുറിച്ച് റോമാലേഖനത്തിൽ വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു. അതിലേക്ക് ആഴത്തിലേക്ക് പോകുവാൻ സമയമില്ല. റോമർ 3:4 ഒന്ന് വായിച്ചാട്ടെ. So we can see that in the Romans chapter 3 verse 11. 4 മുതൽ 24 വരെ നമുക്ക് കാണുവാൻ കഴിയും. ആ വചനങ്ങൾ വളരെ ആഴത്തിൽ പഠിക്കേണ്ടതാണ്. 5-ാം അധ്യായത്തിലും ആ നീതീകരണത്തെ കുറിച്ച് നമ്മൾക്ക് കാണാം. So we can also see righteousness in chapter 5. യോഹന്നാന്റെ സുവിശേഷം 14:23 വായിക്കാം. എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും. എന്റെ പിതാവ് ആ അനുസരണം കാണിക്കുന്നവനെ സ്നേഹിക്കും. ഞാനും പിതാവും ഒന്നിച്ച് അവന്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. Jesus answered and said unto him, if a man love me, he will keep my words, and my Father will love him, and we will come unto him and make our abode with him. പ്രിയ ദൈവമക്കളെ, നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നു. We know that we love Jesus Christ. യേശു കർത്താവ് പത്രോസിനോട് ചോദിച്ചു, നീ എന്നെ സ്നേഹിക്കുന്നുവോ? കഴിഞ്ഞ ദിവസം നമ്മൾ ബിനു പാസ്റ്ററിൽ നിന്ന് അതിന്റെ ആഴമേറിയ മർമ്മങ്ങൾ നമ്മൾ ഗ്രഹിച്ചതാണ്. We heard from Binu Pastor the other day that Jesus was asking Peter, do you love me? നമ്മളെല്ലാവരും പറയും, ഞങ്ങൾ യേശു കർത്താവിനെ സ്നേഹിക്കുന്നു. Everyone says that yes, we do love Jesus Christ. നീ എത്രത്തോളം എന്നെ സ്നേഹിക്കുന്നു, എന്നോടൊപ്പം മരിക്കുവാൻ നീ തയ്യാറാണോ എന്ന് ചോദിച്ചാൽ യേശു കർത്താവിനോട് കൂടെ മരിക്കുവാൻ തയ്യാറാകുന്ന ഒരു സ്നേഹം.
So if God Jesus asks us, like, are you ready to die with me? Then are you ready for that? അതാണ് ഈ കുഞ്ഞുങ്ങൾ ഇന്ന് പകൽക്കാലം ചെയ്യുവാൻ പോകുന്നത്. This is what these kids are going to do. ആ കുഞ്ഞുങ്ങളോട് ഞങ്ങൾ കർത്താവിനെ സ്നേഹിക്കുന്നു. എന്താണ് പ്രൂഫ്? ഞങ്ങൾ കർത്താവിനോട് കൂടെ മരിക്കുവാൻ പോവുകയാണ്. So what is the proof that you love Jesus Christ? Is that I'm going to die for Jesus Christ today. അവിടെയാണ് സ്നേഹം, കർത്താവിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നതാണ് ഈ സ്നാന ശുശ്രൂഷ. This is how you show the love for the Jesus Christ, and this is baptism. ഈ ബാപ്റ്റിസത്തിന്റെ ടാങ്കിലേക്ക് നാം ഇറങ്ങി മുങ്ങി പൊങ്ങി വരുന്നത് കാണിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണ അടക്ക പുനരുത്ഥാനത്തിന്റെ അടയാളമായിട്ടാണ്. So this is just to show that this is showing that Christ's death, and he's getting resurrected to the baptism. റോമാലേഖനം 6:3. Chapter 6 verse 3. കാരണം നിങ്ങൾ പലർക്കും ചിലപ്പോൾ സ്നാന ശുശ്രൂഷ ആദ്യം കാണുന്നവരുണ്ടാകാം. എന്താണ് ഈ ശുശ്രൂഷ, എന്തുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് എന്ന് വ്യക്തമായ ഒരു അറിവ് നിങ്ങൾക്കുണ്ടായിരിക്കണം. യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളായി അറിയുന്നില്ലയോ? Know you not that so many of us were baptized into Jesus Christ, were baptized into his death. അടുത്തത് അവന്റെ മരണത്തിൽ പങ്കാളികളാകുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവറി മരണത്തിൽ കർത്താവ് എന്നോട് കൂടെ മരിക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചാൽ മരിക്കാൻ തയ്യാറാണ് എന്ന് ഈ കുഞ്ഞുങ്ങൾ പറഞ്ഞു എന്ന് വിചാരിക്കുക. എങ്കിൽ കർത്താവ് ചോദിക്കുകയാണ്, ഞാൻ കാൽവറി ക്രൂശില് കൈകാലുകളെ വിരിച്ച് ആണികളാൽ അടിക്കപ്പെട്ടവനായി കുരിശിലാണ് മരിച്ചത്. മോൾക്കതിന് തയ്യാറുണ്ടോ, മോൻ അതിന് തയ്യാറാണോ എന്ന് ചോദിച്ചാലും യെസ് എന്ന് പറയുവാനുള്ള ഒരു ഗട്ട്സ്, അതാണ് നിങ്ങളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. So if Jesus Christ asks you that, are you ready to die on the cross like me, just like I died to the Calvary, you should have the strength to say that, yes Lord, I'm ready. അപ്പോൾ കർത്താവ് പറയും, മോനെ അത് നിങ്ങളാൽ കഴിയുന്ന ഒന്നല്ല. So Jesus will say that you won't be able to do that. ഞാൻ സർവ്വലോകത്തിന്റെയും പാപം വഹിച്ചുകൊണ്ടാണ് ആ മരണവേദന ഞാൻ ഏറ്റെടുത്തത്. I died with all the sins of this world. കാരണം എനിക്കൊരു ഉത്തരവാദിത്വം പിതാവായ ദൈവം നൽകിയിട്ടുണ്ട്. മനുഷ്യകുലത്തെ അവരുടെ പാപത്തിൽ നിന്ന് വിടുവിച്ച് പിതാവായ ദൈവത്തെങ്കിലേക്ക് അവരെ മടക്കി വരുത്തുക എന്നുള്ള ഒരു ദൗത്യമാണ് എന്നെ പിതാവായ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. So I had a mission that to remit all the sins of the world and be on me. അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റതായ മരണം നിങ്ങൾ കേൾക്കുവാൻ കഴിയുകയില്ല ഒരു മനുഷ്യനും. For the same reason you won't be able to do that for me. അത്ര കഠിനമായ വേദനയിൽ കൂടെയാണ് ഞാൻ ആ കുരിശിനെ ഞാൻ സഹിച്ചത്. So I was in real big suffering when I was on the cross. എന്നാൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ അതിന് പകരമായി ഈ ഒരു സ്നാന ശുശ്രൂഷ എന്ന ശുശ്രൂഷ നിങ്ങൾക്ക് പ്രതീകമായി നൽകപ്പെട്ടിരിക്കുന്ന ആ ഒരു ശുശ്രൂഷയിലേക്ക് കടന്നു വരുവാൻ നിങ്ങൾ തയ്യാറുണ്ടോ? So are you ready to come to this service of baptism instead? എന്റെ മരണത്തെ പ്രതിദാനം ചെയ്യുന്നതായ ഈ ജലത്തിലേക്ക് ഇറങ്ങി അതിൽ മുങ്ങി പൊങ്ങുവാൻ നിങ്ങൾ തയ്യാറുണ്ടോ? Just like I'm just being dead, are you able to resemble it in the baptism? അവിടെ നമ്മൾ കാണുന്നത് വെള്ളത്തിന്റെ അടിയിലേക്ക് പോകുമ്പോൾ കർത്താവായ യേശുക്രിസ്തു മരിച്ച് അടക്കപ്പെട്ടതിന്റെ പ്രതീകമാണ്. So we know that when you're getting dipped in the water, it's like an image of the death and resurrection of Jesus Christ. വെള്ളത്തിൽ നിന്ന് നാം പൊങ്ങി വരുമ്പോൾ കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന്റെ പ്രതീകമാണ്. When you come out of the water, it is resembling the resurrection of Jesus Christ. ഇതിന് മറ്റൊരു പ്രതീകം കൂടിയുണ്ട്. നാം വെള്ളത്തിൽ മുങ്ങുമ്പോൾ നാം പ്രഖ്യാപിക്കുന്ന ഒന്നുണ്ട്, I am dead to the world. When you get immersed in the water, you say that you proclaim that I'm dead to the world. നിങ്ങൾ വെള്ളത്തിൽ മരിക്കുകയാണ്. പൊക്കത്തൊന്നുമില്ല കേട്ടോ, നിങ്ങൾ മരിക്കത്തൊന്നുമില്ല കേട്ടോ. അതെ, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഞാൻ പ്രസംഗിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ അവിടെ ചെയ്യുന്നത് ഇതാണ്, നിങ്ങൾ വെള്ളത്തിൽ മുങ്ങുമ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഇവരോട് നിങ്ങൾ പ്രഖ്യാപിക്കുകയാണ്, I am dead to sin. So when you get immersed, you proclaim to the world and to the people that you are dead to the sin. I am dead to the world. ആമേൻ. അതാണ് നിങ്ങൾ പ്രഖ്യാപിക്കുന്നത്. നിങ്ങൾ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുമ്പോൾ നിങ്ങൾ പ്രഖ്യാപിക്കുന്നത്, just like യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റതുപോലെ എനിക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. So when you come out of the water, you're proclaiming that just like Jesus Christ had a resurrection, I will have a resurrection. ഞാൻ ഇന്ന് മുതൽ ഒരു പുതിയ സൃഷ്ടിയാണ്. I'm going to be a new creation in Christ. I am a new creation in Christ from today onwards. Amen. Amen. ആമേൻ. അതാണ് നിങ്ങൾ സർവ്വലോകത്തോടും പ്രഖ്യാപിക്കുന്നത്. That's what you're proclaiming to the whole world. ആമേൻ. ഹല്ലേലൂയ. റോമാലേഖനം 6:5 വായിച്ചാട്ടെ. അവന്റെ മരണത്തോട് ഏകീഭവിച്ചവരായി എങ്കിൽ
പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. ഇംഗ്ലീഷ് പറഞ്ഞു. For if we have been planted together in the likeness of his death, we shall also be also in the likeness of his resurrection. ഞാൻ ആ വചനവും POC ബൈബിളിൽ ഒന്ന് തപ്പി. So I tried that in this verse in POC. വളരെ മനോഹരമായ രീതിയിലാണ് കത്തോലിക്കന്റെ POC ബൈബിൾ നമ്മൾ അത് വായിക്കുന്നത്. It's also been explained very simply in that language. അവന്റെ മരണത്തിന് സദൃശ്യമായ ഒരു മരണത്തിൽ നാം അവനോട് ഐക്യപ്പെട്ടവരായി എങ്കിൽ, അവന്റെ മരണത്തോട് നാം ഐക്യപ്പെട്ടവരായി എങ്കിൽ അവന്റെ പുനരുത്ഥാനത്തിലും അവനോട് ഐക്യപ്പെട്ടവരാകും. So it says that when you are unified in his death, you'll be unified in his resurrection as well. ഒരു ഇന്റർപ്രിട്ടേഷനും ആവശ്യമില്ലാതെ ലളിതമായ ഭാഷയിൽ ആമേൻ നമ്മൾ അവിടെ വായിക്കുന്നു POC ബൈബിളിൽ. So it is very simply explained in the POC Bible. അവന്റെ മരണത്തോട് നാം ഏകീഭവിച്ചു എന്ന് വരികൾ അവന്റെ പുനരുത്ഥാനത്തോട് നാം ഏകീഭവിക്കും. So when you are unified in his death, you'll be also unified in his resurrection. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ആകെയുള്ള ഈ ഓട്ടവും അധ്വാനവും ഒക്കെ ചെയ്യുന്നതിന്റെ ഉദ്ദേശം, പുറകിലുള്ള ഉദ്ദേശം പൗലോസ് പറയുന്നത് ഏതുവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള ഒരു പുനരുത്ഥാനം. So we are doing all this because we know that we'll get a resurrection from the dead. ഏതുവിധേനയും എങ്ങനെയെങ്കിലും ഈ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എനിക്കൊരു പുനരുത്ഥാനം വേണം. Somehow we need it from the resurrection from this death. അത് മാത്രമാണ് നമ്മുടെ അൾട്ടിമേറ്റ് എയിം. That is the ultimate aim for all of us. കർത്താവ് ഇപ്പോൾ വന്നാൽ എനിക്ക് എന്റെ കർത്താവിനോട് കൂടെ പോകണം. If Jesus Christ comes now, I want to go with him. അല്ല, ഞാൻ മരിച്ചു അടക്കപ്പെട്ടു, അതിനുശേഷമാണ് കർത്താവ് വരുന്നതെന്ന് വരികൾ കർത്താവിന്റെ മധ്യാകാശ വരവിൽ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. If I die today, then I'll be resurrected with him in the second coming of Christ. ഞാൻ എന്റെ കർത്താവിനോട് കൂടെ എന്റെ നിത്യത കഴിക്കും. I will be with him in the eternity. അത് മാത്രമാണ് ദൈവമക്കളെ നമ്മുടെ പ്രത്യാശ. That's the only hope we have. അതിനുവേണ്ടി മാത്രമാണ് നാം ഈ അധ്വാനിക്കുന്നതും ഈ ചിലവിടുന്നതും ഈ നമ്മുടെ ഈ പരിശ്രമങ്ങളെല്ലാം തന്നെ. All this is for just that hope. Amen. പ്രിയ ദൈവമക്കളെ, നാം ചിന്തിക്കുക, Just think about ഈ it. ശുശ്രൂഷ ഒരു നാമ മാത്രമായ ഒരു ശുശ്രൂഷയല്ല. The service is not just a namesake. ഇതാരെയും പെന്തക്കോസ്തൽ ചേർക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു ശുശ്രൂഷയല്ല. This is not add people to the Pentecostal faith. നിങ്ങൾ ആരും പെന്തക്കോസ്തൽ ചേർന്നത് കൊണ്ട് പാസ്റ്റർമാരായ ഞങ്ങൾക്കൊന്നും ഒരു പ്രത്യേകിച്ച് നന്മയൊന്നുമില്ല. There is no goodness for us even if we come to the Pentecostal faith. കഴിഞ്ഞ ദിവസം ഞാൻ ഇത് പറഞ്ഞു, തെറ്റിദ്ധരിക്കരുത്. ഒരു കൊച്ചു കുഞ്ഞ് ഞങ്ങളുടെ ചർച്ചയിൽ കഴിഞ്ഞ ആഴ്ചയിൽ എനിക്ക് കൈ തന്നു. So a small child gave me a hand. എന്നിട്ട് കൊച്ചു പറഞ്ഞു പൈസ അടുത്ത ആഴ്ച തരാമെന്ന്. Then that child said that I'll give you the money later. തമാശ പറഞ്ഞതല്ല ഉണ്ടായ സംഭവം. ഇപ്പൊ ചോദിക്കല ആരാണ്. It's done. പൈസ. അപ്പൊ ആ കുഞ്ഞിന്റെ വിചാരം ഈ ഓഫറിംഗ് എടുക്കുന്നതൊക്കെ എനിക്കല്ല. So that child thinks that all the offering goes to അല്ല, കുഞ്ഞ് കാണുന്നുണ്ട് എല്ലാ ആഴ്ചയും സ്വത്ര കാഴ്ച എടുക്കുന്നത്. the child thinks it's all to me. അപ്പൊ ആ കുഞ്ഞ് വിചാരിച്ച് പ്രസംഗം കഴിഞ്ഞ ഉടനെ കുഞ്ഞ് വന്ന് കൈ തന്നു. So the child gave എന്നിട്ട് പറഞ്ഞു, പ്രിയ ദൈവമക്കളെ, ഈ ഓഫറിംഗ് ഒന്നും എനിക്ക് അതിനകത്ത് ഒരു പൈസ പോലും കിട്ടുന്നില്ല. ഇതെല്ലാം സെക്രട്ടറി കണക്കെഴുതി വെക്കുന്നുണ്ട്. പ്രിയ ദൈവമക്കളെ, ഈ ടാങ്കിൽ നിന്ന് ഇവിടെ നമുക്ക് ഇതിലുള്ള ചെലവുണ്ട്, ഫുഡിന് ചെലവുണ്ട്, എല്ലാ കാര്യം ഇതെല്ലാം നടക്കാൻ വേണ്ടി മാത്രമായി ഈ ഓഫറിങ്. ഒരിക്കൽ ഒരു കുഞ്ഞ് ഇതുപോലെ വന്ന് ചോദിച്ചു, സാൽവേഷൻ ഫ്രീ ആണെന്നല്ലേ പാസ്റ്ററെ എപ്പോഴും പ്രസംഗിക്കുന്നേ? So a child asked me, like, salvation is free. പിന്നെന്തിനാ ഈ ഓഫറിങ് എടുക്കുന്നതെന്ന് ചോദിച്ചു. Why do we need offerings for us? അപ്പൊ പാസ്റ്റർ പെട്ടെന്ന് എന്താ പറയണ്ടേന്ന് പറഞ്ഞു, പ്ലംബിങ്ങിനൊക്കെ കാശ് ചെലവുണ്ട്, വാട്ടറിനെ സ്ഥാനപ്പെടുത്തി എടുക്കണമെങ്കിൽ വെള്ളം വേണ്ട. ഇപ്പൊ ഡേവിഡ് പാസ്റ്റർ പോയി കഴിഞ്ഞാൽ ഡേവിഡ് പാസ്റ്റർ എന്നോട് കാശ് ചോദിക്കും. കാരണം ഡേവിഡ് പാസ്റ്റർ ഈ ചർച്ചിലുകാർക്ക് കാശ് കൊടുക്കണം. അപ്പോൾ കാശ് ചെലവുണ്ട്, ഇതിന് പ്ലംബിങ്ങിന് കാശ് ചെലവുണ്ട്, അതുകൊണ്ടാണ് ഓഫറിംഗ് എടുക്കുന്നതെന്ന് പറഞ്ഞു. So he said that it costs for this plumbing and the water supply. Salvation is free, my brothers and sisters. Salvation is always free, my brothers and sisters. Amen. രക്ഷ ഫ്രീ ആണ്. Salvation is free. Amen. അതിന് നിങ്ങൾ ഒരു പൈസ പോലും ചെലവിടണ്ട. You don't need to give a cost for that. നിങ്ങൾ ഓഫറിംഗ് പോലും ഇടണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. It's no mandatory that you should be putting off. ആമേൻ. ഒരു സഭയുടെ അംഗമായിരിക്കുന്നതിന് നിങ്ങൾ അതിന് ദശാംശം കൊടുക്കും. So you are giving tithes for the church. കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ ദശാംശം കൊടുത്തില്ല സെക്രട്ടറി കുടിശ്ശിക എഴുതിയിടും. If you don't give, നമ്മുടെ നാട്ടിലൊക്കെ ഇവിടെ അതും ഇല്ല കേട്ടോ. if you don't give tithes, it will be counted. പക്ഷെ നിങ്ങൾ ഓഫറിംഗ് ഇട്ടില്ലെങ്കിൽ ആരും ചോദിക്കുകയല്ലേ. If you don't put offerings, nobody's going to ask you. ഇതൊന്നും ഒരു നിർബന്ധമുള്ള കാര്യമല്ല. This is not a mandatory thing. ഓഫറിംഗ് ഇടാത്തവരും ദശാംശം തരാത്തവരും നമ്മുടെ സഭകളിൽ ഇല്ലേ? There are people who doesn't give tithes. അവര് സഭയിൽ നിന്ന് മുടക്കാറുണ്ട്? ഇല്ല. കാരണം അതാണ് പറയുന്നത്, എങ്ങനെയും ഒരു ആത്മാവിനെ നേടുക എന്നുള്ളതാണ് ഒരു ദൈവദാസന്റെ ലക്ഷ്യം.
Not telling them not to come because they need saved to serve. ദൈവസഭയുടെ ലക്ഷ്യവും അത് തന്നെയാണ്, എങ്ങനെയും ഒരു ആത്മാവിനെ നേടുക. So this is the aim for the church, that to just save any souls. അത് നമ്മുടെ തലമുറകളായാലും പുറത്തുനിന്നൊരു വ്യക്തിയായാലും നമ്മൾക്ക് സന്തോഷമാണ്. Even if it's our generation, next generation, or പ്രിയ ദൈവമക്കളെ, നിങ്ങൾ ഹല്ലേലൂയ ശുശ്രൂഷ കാണുമ്പോൾ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക, ഇത് പെന്തക്കോസ്തിൽ ചേരുവാനുള്ള ഒരു ശുശ്രൂഷയല്ല. we see this, we believe that this is not to add to the Pentecostal church. കർത്താവായ യേശുക്രിസ്തുവിനോട് ചേരുന്ന ഒരു ശുശ്രൂഷയാണ്. This is to add to Jesus Christ. അവന്റെ മരണത്തോട് ഏകീഭവിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. It's a service to unify with his death and അത് resurrection. ഞാൻ എന്റെ കർത്താവിനെ സ്നേഹിക്കുന്നു, ഞാൻ അവരോട് കൂടെ മരിക്കുവാൻ പോവുകയാണ്. Now my Jesus Christ, and I'm going to die for him. ആമേൻ. പ്രിയ ദൈവമക്കളെ, ഈ ശുശ്രൂഷയെ ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയറ്റുകയാണ്. Thank God for the service. എന്നാൽ ഇന്ന് അനേകരും ഈ ഒരു ശുശ്രൂഷയിലേക്ക് കടന്നു വരുവാൻ തയ്യാറല്ല. But many of them are not ready to come to the service. ആമേൻ. കർത്താവിന്റെ സ്നേഹം കാണിക്കുവാൻ, കർത്താവിനോടുള്ള സ്നേഹം കാണിക്കുവാൻ ആദ്യം ചെയ്യുന്ന ശുശ്രൂഷ ഇതായിരിക്കണം. So if you love Jesus Christ, this is the first commandment you should be doing. അനുസരണ, കർത്താവ് കാണിച്ചു തന്ന അനുസരണ എന്താണ്? കാൽവറി ക്രൂശിലെ അനുസരണ. This is obedience you're going to do to Jesus Christ. തന്റെ മരണത്തോടുള്ള അനുസരണം കാണിക്കുന്നവർക്ക് വേണ്ടിയാണ് കർത്താവ് പറയുന്നത്, അവർ നിത്യരക്ഷയ്ക്ക് കാരണഭൂതനാവുകയാണ്. Jesus did obey on the cross. The same way you have to obey this. പ്രിയ ദൈവമക്കളെ, ആ കുറിവാക്യം ഒരിക്കൽ കൂടെ വായിച്ചിട്ട് നമുക്ക് നിർത്താം. ഈ ശുശ്രൂഷയിലേക്ക് നമുക്ക് കടക്കാം. Let's read the verse. അവൻ പുത്രനെങ്കിലും ആമേൻ. പുത്രനായിരുന്നിട്ടും തന്റെ സഹനത്തിലൂടെ അവൻ അനുസരണം പഠിച്ച് പരിപൂർണനാക്കപ്പെട്ടതുവഴി അവൻ തന്നെ അനുസരിക്കുന്നവർക്കെല്ലാം നിത്യരക്ഷയുടെ ഉറവിടമായി. So those who obey will be given this. He became the author of salvation. ഈ കർത്താവ് സ്വർഗത്തിലേക്ക് കയറി പോകുന്നതിന് മുമ്പ് ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ പോയി വിശ്വസിക്കുന്നവരെ സുവിശേഷം അറിയിച്ച് വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തിക്കൊള്ളുക എന്നുള്ളതാണ്. Before his ascension, he told the disciples that go and baptize go to the world. നിങ്ങൾ പോയി നിങ്ങൾ ഈ സുവിശേഷം പറഞ്ഞ് വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തി എന്റെ ശിഷ്യരാക്കിക്കൊള്ളുക. Go and go to the world and baptize those who believe in you. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഒരു ശിഷ്യനായിരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? You want to become a disciple of Jesus Christ? ഈ സ്നാന ശുശ്രൂഷയിലേക്ക് നിങ്ങൾ കടന്നു വരിക. Please come to this baptism service. കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് അവനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച ഏവർക്കും ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരാവുന്നതാണ്. Come to Jesus Christ and confess your sins, and then നമ്മുടെ ഈ കുഞ്ഞുങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അവരുടെ സാക്ഷ്യങ്ങൾ പറയുകയുണ്ടായി. all these children has testified for Jesus Christ last days. തുടർന്ന് നമ്മൾ ഈ ശുശ്രൂഷയിലേക്ക് കടക്കാൻ പോവുകയാണ്. We're going to go into service. ഒരു പാട്ടിന്റെ ഇരടികൾ പാടി നമ്മൾക്ക് ദൈവത്തെ സ്തുതിക്കാം. I have decided